പക്ഷേ നമ്മൾ ഇടുക്കിയിൽ നിന്നുള്ള ഒരു കൊലപാതക വാർത്തയിലേക്കാണ്. തൊടുപുഴ ചുങ്കത്ത് നിന്ന് 3 ദിവസം മുൻപ് കാണാതായ ആളെ കൊലപ്പെടുത്തി എന്ന് വ്യക്തമാകുന്നു. ചുങ്കം സ്വദേശി ബിജു ജോസഫിനെയാണ് കാണാതായത്. എന്തായാലും വേഗത്തിൽ തന്നെ പരിശോധനയിലേക്ക് പോലീസ് കടക്കാനാണ് സാധ്യത. കലയന്താനിക്ക് സമീപം കാറ്ററിംഗ് സ്ഥാപനം നടത്തുന്ന ആളുടെ ഗോഡൌണിൽ ഈ മൃതദേഹം ഒളിപ്പിച്ചു എന്നാണ് കരുതുന്നത്. പോലീസ് ഉടൻ ഗോഡൌണിൽ പരിശോധന നടത്തും. ജെയിൻ എസ് രാജു വിവരങ്ങളുമായിട്ട്. ജെയിൻ, ഇതെങ്ങനെയാണ് സൂചനകൾ പോലീസിന് കിട്ടിയത് കൊലപാതകമെന്നും ഒപ്പം ഈ സ്ഥലത്ത് ഇങ്ങനെ ഗോഡൌണിൽ തന്നെ മൃതദേഹം ഒളിപ്പിച്ചിട്ടുണ്ടാകുമെന്ന വിവരം അത് ഉറപ്പിക്കാവുന്നതാണോ? പരിശോധന എപ്പോൾ ആരംഭിക്കും? ദിവേഷ, പരിശോധന ആരംഭിക്കുകയാണ്. ഇപ്പോൾ പ്രതികളെന്ന് സംശയിക്കുന്നവരെ ഈ ഗോഡൌണിന് സമീപത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അവരുടെ സാന്നിധ്യത്തിലായിരിക്കും ഈ പരിശോധനകൾ ഉണ്ടാവുക. വ്യാഴാഴ്ചയാണ് ചുങ്കം സ്വദേശിയായിട്ടുള്ള ബിജു ജോസഫിനെ കാണാതാകുന്നത്. പോലീസിന് ആദ്യഘട്ടത്തിൽ ഒരു പരാതി ലഭിച്ചിരുന്നില്ല. കാരണം ഈ ബിജു ജോസഫ് ഇടയ്ക്ക് ഇങ്ങനെ വീട്ടിൽ നിന്ന് വിട്ടു പോകുന്ന ഒരാളാണ്, ദീർഘയാത്രയൊക്കെ പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ കുടുംബം ആദ്യം ഈ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയില്ല. ഇന്നലെ ആ പ്രദേശത്ത് ഒരാളെ തട്ടിക്കൊണ്ടുപോയി എന്ന ഒരു സൂചന ഈ ബന്ധുക്കൾക്ക് ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഇവർ ഇന്നലെ പരാതി നൽകുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ സംശയിക്കപ്പെടുന്ന ആളുകളെ വിളിച്ചു ചോദിക്കുകയും അവർ നൽകിയ മൊഴി അനുസരിച്ചാണ് ഇപ്പോൾ ഈ ഗോഡൌണിൽ ബിജു ജോസഫിനെ കൊന്ന് അവിടെ മാൻഹോളിൽ ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന ഒരു വിവരം ലഭിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തേക്ക് പ്രതികളെന്ന് സംശയിക്കുന്നവരെ എത്തിച്ചിട്ടുണ്ട്. അവരെ എത്തിച്ച് ഈ മാൻഹോളിൽ നിന്ന് ഈ മൃതദേഹം പുറത്തെടുത്താൽ മാത്രമേ ഇവർ നൽകിയ മൊഴി പൂർണ്ണമായും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയൂ. എന്തായാലും ഇപ്പോൾ സംശയിക്കുന്നത് അത് തന്നെയാണ്. ഈ മാൻഹോളിനുള്ളിൽ മൃതദേഹം ഒളിപ്പിച്ചു എന്ന സംശയത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ പ്രതികളെ ഇവിടെ എത്തിച്ച് ഈ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ മാധ്യമ സംഘമുണ്ട്, നാട്ടുകാരുണ്ട്. പ്രതികളെ ആ ഗോഡൌണിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഈ ഗോഡൌണിൽ മൃതദേഹമുണ്ട് എന്നുള്ളതാണ് സൂചന. അതനുസരിച്ചാണ് പരിശോധന നടക്കുന്നത്. നേരത്തെ നമ്മൾ ഇതുപോലെ ആലപ്പുഴയിലാണ് അല്ലേ മൃതദേഹം തെരഞ്ഞുള്ള വലിയ പരിശോധനകൾ ഇങ്ങനെ നാട്ടുകാരുടെയൊക്കെ സാന്നിധ്യത്തിൽ കണ്ടത്. ഇപ്പോൾ സമാനമായ രീതിയിൽ ഒരു ഗോഡൌണിൽ മൃതദേഹം ഒളിപ്പിച്ചു എന്ന ഗോഡൌണിന്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ചുങ്കം സ്വദേശി ബിജു ജോസഫിനെയാണ് കാണാതായത്. ഇയാൾ കലയന്താനിയിൽ കാറ്ററിംഗ് സ്ഥാപനം നടത്തുന്ന ആളാണ്. ഇയാളെ കൊന്ന് ഈ ഗോഡൌണിനുള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിന് വിവരം കിട്ടിയത്. ഇതനുസരിച്ചാണ് പരിശോധന നടത്തുന്നത്. ജെയിൻ, എന്ത് വൈരാഗ്യം കൊണ്ട് ഇയാളെ കൊന്നു? ഏത് സാഹചര്യത്തിലുള്ള കൊലപാതകം? ഇങ്ങനെ എന്തെങ്കിലും വിവരം പോലീസിന് കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് സംബന്ധിച്ച വിവരമുണ്ട്. അതായത് കൊല്ലപ്പെട്ട ആളും അതോടൊപ്പം തന്നെ ഈ പ്രതികളിൽ ഒരാളും തമ്മിൽ ബിസിനസ് പങ്കാളിത്തമുണ്ടായിരുന്നു. ദേവമാത കാറ്ററിംഗ് എന്ന പേരിൽ അവർ ഒരു കാറ്ററിംഗ് സർവീസ് നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ മൊബൈൽ മോർച്ചറി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, അതെല്ലാം അത്തരം ബിസിനസ്സുകൾ പങ്കാളിത്തത്തിൽ നടത്തിയിരുന്നവരാണ് ഇവർ രണ്ടുപേരും. അതിനുശേഷം ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും ആ തർക്കത്തെ തുടർന്ന് സാമ്പത്തുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. കട്ടപ്പന ഡിവൈഎസ്പിക്ക് അടക്കം ഈ പ്രതികളാണ് അല്ലെങ്കിൽ പ്രതിയിൽ ഒരാളാണെന്ന് സംശയിക്കുന്ന ആൾ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ഉപ്പുതറ പോലീസ് സ്റ്റേഷനിൽ ഇവരുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വൈരാഗ്യം നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് നിലനിൽക്കുന്നത്. ആ തർക്കത്തിന്റെ വൈരാഗ്യത്തിന്റെ പുറത്താണ് ഈ കൊല നടത്തിയത് എന്നുള്ളതാണ് സംശയിക്കുന്നത്. എന്തായാലും പോലീസ് ഈ സംഭവ സ്ഥലത്തേക്ക് പ്രതികളെന്ന് സംശയിക്കുന്നവരെ എത്തിച്ചിട്ടുണ്ട്. ഇതിൽ കൊട്ടേഷൻ സംഘങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 2 കേസുകളിലെ അന്വേഷണം ഒരേ ഘട്ടത്തിൽ ഒരുമിച്ചെത്തുകയായിരുന്നു. അതായത് എറണാകുളം ജില്ലയിലെ പറവൂരിൽ നിന്ന് ഒരു കാപ്പ കേസിലെ പ്രതി അയാളെ കാണാതായിരുന്നു, അല്ലെങ്കിൽ അയാൾ ഒളിവിൽ പോയിരുന്നു. അയാളുടെ മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും അയാൾ നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഗോഡൌണിൽ ഉണ്ടെന്ന് പോലീസിന് വിവരം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഗോഡൌണിലെത്തിയ ആ പ്രതിയെ അല്ലെങ്കിൽ ആ കാപ്പ കേസിലെ ആളെ പ്രതിയെ പിടികൂടുകയും കൊണ്ടുപോവുകയും ചെയ്തു. അതിനിടയിലാണ് ബിജു ജോസഫിന്റെ ഭാര്യ ഒരു പരാതി നൽകുന്നത്. ആ പരാതിയിൽ സംശയിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഈ ദേവമാത കാറ്ററിംഗ് നടത്തുന്ന ജോമോൻ എന്ന് പറയുന്ന ഒരാളുടെ പേരുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 കേസുകളും ഒരുമിച്ച് വന്നപ്പോൾ ഈ കാപ്പ കേസിൽ പിടികൂടിയ ആളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടന്നു എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. അവർ പല സ്ഥലത്തും ഈ മൃതദേഹം ഒളിപ്പിച്ചു എന്ന് മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ പോലീസ് സംശയിക്കുന്നത് ഇവിടെ ഈ മൃതദേഹം മാൻഹോളിൽ ഒളിപ്പിച്ചു എന്നുള്ളതാണ്. എന്തായാലും പോലീസ് ഇവിടെ ഈ പ്രതികളെന്ന് സംശയിക്കുന്നവരെ എത്തിച്ച് ഇപ്പോൾ തെളിവെടുപ്പ് അല്ലെങ്കിൽ മൃതദേഹം പുറത്തെടുക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്.